ഇപ്പേട്ടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 1000 തെങ്ങിന് ഉപയോഗിച്ചു, കവുങ്ങിന് ഉപയോഗിച്ചു. ഇപ്പം നമ്മൾ ഏതൊക്കെ ഇതിലാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്? ഇപ്പം 1000 കവുങ്ങിന് ഉപയോഗിച്ചു. ഇനിയിപ്പോൾ 100 തെങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. വെട്ടുന്ന റബ്ബർ മരങ്ങൾ 400-500 എണ്ണം ഉണ്ട്, അതിന് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ പട്ടമരപ്പ് ഉണ്ടാകിയാല, പാലിന് DRS കൂടുമെന്നൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. മറ്റുള്ള അനുഭവം വെച്ചുകൊണ്ട് ഞാനത് വിശ്വസിച്ചുകൊണ്ട് അത് ഇപ്രാവശ്യം ചെയ്യുകയാണ്. അതിൻ്റെ റിസൾട്ട് ഡിസംബറിലോ അടുത്ത സെപ്റ്റംബർ ഒക്ടോബറിൽ നമ്മൾ റബ്ബർ ഓട്ടുമ്പോൾ 2ാം പ്രാവശ്യം ഒഴിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ റബ്ബറിൻ്റെ അനുഭവത്തെക്കുറിച്ച് അന്നേരം പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് തോട്ടത്തിലേക്ക് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വളമായിട്ട് ഈ ജൈവവളം, നാനോടെ വളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പഴയ ലേശം വളം ബാക്കി ഇരിപ്പുണ്ട്, അതാർക്കെങ്കിലും രാസവളം അതാർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു പേട്ട, വളരെ നന്ദി. സാറിനെ പോലുള്ളവരാണ് കർഷകർക്ക് വേണ്ടി ഇത് എത്തിക്കുന്നത് എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്. നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏതൊക്കെ സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിലെ തിരുമേനിയിലെ പ്രിയപ്പെട്ട ഫിലിപ്പ് സാറിന്റെ തോട്ടത്തിലാണുള്ളത്. കഴിഞ്ഞ 4 മാസക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തോട്ടത്തിന്റെ റിസൾട്ടാണ്. പ്രിയപ്പെട്ട ഫിലിപ്പേട്ട നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് ചെറിയ ഒരു 1000 കവുങ്ങിന് മാത്രമാണ് അദ്ദേഹം അന്നേരം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് തെങ്ങിലേക്കും റബ്ബറിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടതിന് ശേഷമാണ്. അവർ 4 മാസം ഉപയോഗിച്ചതിനുള്ള ഒരു മാറ്റങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഫിലിപ്പേട്ടനായിട്ട് നേരിട്ട് തന്നെ അറിയാം. ഫിലിപ്പേട്ട, നമസ്കാരം, സ്വാഗതം. സാറിൻ്റെ ഒരു അനുഭവം ഈ ഒരു കാർഷിക മേഖലയിൽ എത്ര വർഷമായി, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ 4 മാസത്തെ ഒരു അനുഭവം കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിക്കാൻ. കാർഷിക മേഖലയിൽ വളരെ വർഷങ്ങളായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, കൃഷികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ വർഷം പുതിയ കവുങ്ങ് വെച്ചപ്പോൾ അതിന് വളർച്ച കുറവാണ്. ഇങ്ങനെ നെറ്റ്സർഫിൻ്റെ ഭാരവാഹികളായിട്ട് പരിചയപ്പെട്ടു. അവരിവിടെ വന്നു, തോട്ടമൊക്കെ കണ്ടു. അപ്പം ഞാൻ തൈ വെച്ചു. നല്ല കഠിന വെയിലടിക്കുന്ന വേനൽക്കാലത്താണ് തൈ വെച്ചത്. അപ്പോൾ എല്ലാം കേടായി പോകുന്ന എനിക്ക് പേടിയുണ്ട്. അപ്പം ചുവപ്പ് നിറം വരും, ഉണക്കൽ ബാധിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവരുടെ നിർബന്ധം മൂലമാണ് ഞാൻ മരുന്നുകൾ ഉപയോഗിച്ചത്. മരുന്നുകൾ ഉപയോഗിച്ച് 4 മാസമായി കഴിഞ്ഞപ്പം വീഡിയോയിൽ കാണാതിരിക്കും നിങ്ങൾക്ക് കവുങ്ങ് ചെയ്യുക. നല്ല 2 വർഷത്തെ വളർച്ച ഇപ്പോൾ കാണുന്നുണ്ട്. അതിന് മുമ്പ് നന്നായിട്ട് വളം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഒഴിച്ചാൽ പിന്നെ ഒരില കരിയുകയോ ഒരില ഉണങ്ങുകയോ ഒരു കവുങ്ങ് ഉണങ്ങിപ്പോകുകയോ ചെയ്തിട്ടില്ല. ഇത് വളർച്ച കുറഞ്ഞ ചുരുക്കം ചില തൈകൾ ഞങ്ങൾ പറിച്ച് കളഞ്ഞിട്ട് മാറ്റി വെച്ചു എന്നുള്ളൂ. ബാക്കി നല്ല തൈകളാണ്. അതിപ്പം വീഡിയോയിൽ ഞങ്ങളെ കാണിക്കും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകും. നല്ല ഫലമാണ് ഇപ്പോൾ കാണുന്നത്. എങ്കിലും ഞാൻ ഈ പ്രാവശ്യത്തെ വളപ്രയോഗം കൂടെ കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ഇതേക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാം. കണ്ടിടത്തോളം കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഞാൻ അതുകൊണ്ട് തെങ്ങിനും കമുകിനും വെട്ടുന്ന റബ്ബറിനും ഒക്കെ ഒന്ന് ഒഴിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടും ഒഴിക്കുന്നു. തീർച്ചയായിട്ടും അതാണ് നമ്മളെ ജനുവരി മാസത്തിലാണ് ഇത് ഉപയോഗിച്ചത്. അതികഠിനമായ ചൂടായിരുന്നു നമ്മൾ ഈ വർഷം അനുഭവിച്ചത്, അല്ലേ? ആ ചൂടിൽ പോലും നമ്മുടെ ഇലകൾ കരിയാതെ പച്ചപ്പിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് കർഷകരോട് നമുക്കും പറയാനുള്ളത്. പ്രിയപ്പെട്ട കർഷകർ, ഇത് വാങ്ങി ഉപയോഗിക്കുക, അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക. നിരവധിയായിട്ടുള്ള വളങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ. പക്ഷേ വർഷങ്ങളായിട്ട് നിരവധി വളങ്ങൾ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് രോഗങ്ങളും മറ്റ് രീതിയിലുള്ള പ്രോബ്ലംസുമാണ്. ചെലവ് കൂടുന്നു, വരവ് കുറയുന്നു എന്നിവയൊക്കെയുള്ള പ്രോബ്ലംസിനൊക്കെ ഒരു പരിഹാരമാക്കിയിട്ട് നമുക്ക് എല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. 100% ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. തിരുമേനി മേഖലയിൽ ഇപ്പോൾ ഫിലിപ്പേട്ടനൊക്കെ ഇത് വ്യാപകമായിട്ട് പറയാം. അതുകൊണ്ട് ജോർജ് സാറൊക്കെ ഇത് മുന്നേ ഉപയോഗിച്ചൊരു വ്യക്തി കൂടിയാണ്. പക്ഷെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അതിലേക്ക് ഓരോ കർഷകരും എത്തിച്ചേരുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. അത് കർഷകർ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ്. ഇക്കോസെറ്റിൻ്റെ അനുമതിയോടുകൂടി, ഇന്ത്യൻ ഗവൺമെൻറ് അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ കർഷകർക്ക് ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ GST ബില്ലോടുകൂടിയുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എന്ത് പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി നിങ്ങൾക്ക് അവസരം നൽകുന്നുണ്ട്. ഒരു കാരണവശാലും കാർഷിക മേഖലയെ തകരാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. പുതിയ ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് കൈകോർക്കാൻ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഫിലിപ്പേട്ടനെ പോലുള്ള, അല്ലെ ജോർജ് സാറിനെ പോലുള്ള നിരവധി കർഷകർ ഇതിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്നതിൽ നമുക്ക് സന്തോഷം. തീർച്ചയായിട്ടും കഴിഞ്ഞ 4 വർഷക്കാലമായി കേരളത്തിൽ ഇത് പ്രവർത്തിക്കുമ്പോൾ 24 വർഷക്കാലമായി ഇന്ത്യയിലെ 24ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തിക്കൊണ്ട് മുന്നേറുന്ന നെറ്റ്സർഫിൻ്റെ ഇസ്രായേൽ സാങ്കേതിക വിദ്യ ബയോഫിറ്റിൻ്റെ വളങ്ങൾ വളരെയധികം മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടാമെന്ന് മാത്രം സൂചിപ്പിക്കാൻ നിർത്തട്ടെ. ജയ് നെറ്റ്സർഫ്, താങ്ക് യു. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. 4-5 മാസമായിട്ട് ഈ വേനൽക്കാലം ഈ ചെടിക്ക് അല്ലെ ഈ വൃക്ഷത്തിന് ഒരു പന്തലിടുകയോ
അല്ലെങ്കിൽ ഒന്ന് പൊതിഞ്ഞ് കെട്ടുക. വെയിൽ കൊള്ളാതെ മറ്റ് യാതൊരു സംരക്ഷണവും കൊടുത്തിട്ടില്ല. ഈ മരുന്ന് ഒഴിച്ചു ട്രിപ്പ് ഇറിഗേഷൻ വഴി നനച്ചും കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഒരു പന്തലിടുകയോ അല്ലെങ്കിൽ ഇത് വെയിൽ കൊള്ളാതെ പൊതിഞ്ഞ് കെട്ടുന്ന ഒരു സംവിധാനമൊക്കെ നമുക്കുണ്ട് കർഷകർക്ക്. അതിലൊന്നും ഇത് ചെയ്തിട്ടില്ല. അത് ഈ തൈ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, തൈയുടെ നിപ്പ് കാണും. ഓക്കെ, അല്ല അത് മാത്രമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്ന വെയിലടിക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ തന്നെ മഴക്കാലാണ്, പക്ഷെ ഇന്ന് വെയിലടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല വെയിലാണ് ഇവിടെ. ചൂട് പെട്ടെന്ന് അടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നുള്ളത്. പൊതിഞ്ഞ് കെട്ടിയിട്ട് പോലുമില്ല. ആ കർഷകർ മനസ്സിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ് ഫിലിപ്പേട്ടൻ്റെ ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഏറ്റെടുക്കുക. അതിന്റെ 4 മാസം കഴിയുമ്പോൾ ഇതിലും കൂടുതൽ ഊർജ്ജമായിട്ട് ഫിലിപ്പേട്ട പറയുക. അടുത്ത സെപ്റ്റംബറിലെ വീഡിയോയിൽ എന്ന് പറയുന്നത് 100% ഗ്യാരണ്ടിയാണ്. കാരണം ആദ്യം തുടങ്ങുമ്പോൾ ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ, അല്ലേ? അതെ അതെ, നമ്മൾ നിന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സംസാരിച്ചു. സെപ്റ്റംബർ മാസത്തിൽ എന്നെക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് ഫിലിപ്പ് സാർ ആയിരിക്കും എന്ന ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റെടുക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. വേറെ ഒന്നുമില്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.